റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. കാട്ടാനക്കൂട്ടങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നാണോ കേട്ടത്? ഞാൻ രാത്രി സൗണ്ട് കേട്ടായിരുന്നു. സൗണ്ടൊക്കെ എവിടെ കൃഷി നശിപ്പിക്കുന്ന സൗണ്ട്. ഇതിന് മുമ്പ് ഇവിടെ ആന ഇങ്ങനെ വന്ന് മുകളിലൊക്കെ വരാറുണ്ട്. മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാറില്ല. ഇപ്പൊ നമ്മുടെ കൃഷി നശിക്കുന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വന്നതാണ് അല്ലേ? പന്നിയുടെ ശല്യമുണ്ട്. റബ്ബറും വാഴയും തെങ്ങുമാണ് ചേട്ടന്റെ നശിച്ചാണ് അല്ലേ? റബ്ബറും മലയണ്ണാനും ഒറ്റ കാലം കിട്ടുള്ളൂ. ഇത് വരുന്നത് മറ്റേ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് പുഴ കൂടിയായിരിക്കും ഇങ്ങോട്ട് കയറി വരുന്നത് അല്ലേ? അല്ലാതെ മറ്റേ ഇവിടെ അതിരപ്പള്ളി ഭാഗത്ത് പുഴ കടന്നല്ലോ. പന്നി വരുന്നത് അങ്ങനെ കൊന്നക്കുഴിയാ ഭാഗത്ത് ചോഴ നീന്തി വരുന്നത്. ആന അങ്ങനെ വരില്ല. ആന ഈ നമ്മുടെ ഈ ബൗണ്ടറി ഇങ്ങോട്ട് കടന്നു ചേട്ടാ ആദ്യമായിട്ടാണ് ഇപ്പൊ ആന ഇറങ്ങിയത് ഇവിടെ. ആന ആദ്യമായിട്ടുണ്ട് ഇവിടേക്ക് സർക്കാർ വാഹനം കൊടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കൊന്നും രാവിലെ വിളിച്ചതാ. ഈ സമയം വരെ എത്തിയിട്ടില്ല. ഈ സമയം വരെ വന്ന ആരെങ്കിലും ഫോറസ്റ്റുകാർ ആരും വന്നിട്ടില്ല. ഒറ്റ ഫോറസ്റ്റുകാർ ഇവിടെ എത്തിയിട്ടില്ല. അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ആന ജീവിച്ച സ്ഥലം DF-നെ വിളിച്ച് നമ്മളൊരു മീറ്റിംഗ് വിളിച്ച DF വരാറില്ല. നമ്മള് പല മീറ്റിംഗ് വിളിക്കുമ്പോ ആളുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോ ആള് വരാറില്ല. കഴിഞ്ഞ മീറ്റിങ്ങില് ജോണി മെമ്പറും ഞാനും പോയിണ്ടായിരുന്നതാണ്. അപ്പൊ അവിടെ ഞങ്ങള് ഭയങ്കര ഒച്ച എടുത്തു. റേഞ്ച് ഓഫീസറും വരണില്ല. പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചാലും റേഞ്ച് ഓഫീസർ വരില്ല. ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടും. ആളെ പറഞ്ഞു വിട്ടത് കൊണ്ട് നമുക്ക് ഇതിന് ഒരു പ്രതിവിധി നമുക്ക് കാണാൻ പറ്റണല്ലോ. അപ്പം നമ്മൾ MLA കൂടിയൊക്കെ മീറ്റിംഗ് കൂടിയായിരുന്നു. അപ്പം ഇവിടെ ഫെൻസിങ്ങുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അടിയന്തരമായിട്ട് നമ്മൾ ഇതിന് വേണ്ട നടപടി നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് നമ്മൾ പോയി കാണുമോ എന്തെങ്കിലും ചെയ്യാം. വിളകൾ ഇങ്ങനെ നശിപ്പിക്കണതിനുള്ള കൃഷിഭവനിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഈ നശിച്ചേക്കണതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ കൃഷി ഓഫീസിലൊന്ന് കൊടുക്കും. അതൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് കൊടുക്കാം. അതൊന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, കൃഷി ഓഫീസറോട് ഞങ്ങൾ പറയാം. അപ്പോൾ ഒരു ഫോട്ടോ ഇവരുടെ അതിന് വാങ്ങിച്ചിട്ടേ അതൊരു അപേക്ഷയും കൂടി കൃഷി ഓഫീസിൽ കൊണ്ട് കൊടുക്കും. പിന്നെ എത്ര കർഷകരെ പോയിട്ടുണ്ട്? 6-7 കർഷകരുടെ ഭൂമി നശിപ്പിച്ചോണ്ട് തോന്നില്ല. അവിടെ തെങ്ങും സെബി പിന്നെ പോയിട്ടുണ്ട്. അധികാരികളെ കണ്ണു തുറക്കൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. കോൺഗ്രസ് ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴാറ്റുമുഖം റേഞ്ച് ഓഫീസിന് മുൻപിൽ കാട്ടാന ആക്രമണത്തിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വീടുകളിലേക്ക് വരെ കാട്ടാനകൾ എത്തിത്തുടങ്ങിയെന്നും ജനിച്ചു വളർന്ന നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയത്തോടെയാണ് ഓരോ രാത്രിയും കഴിയുന്നതെന്ന് പ്രദേശവാസികൾ ഇൻസൈറ്റ് റിപ്പോർട്ടിനോട് പറഞ്ഞു. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കൃഷികൾ കാട്ടാനയും കാട്ടുപന്നിയും നശിപ്പിക്കുന്നുവെന്നും സർക്കാരും വനംവകുപ്പും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടുത്തെ റേഞ്ചറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് കാര്യം. ഇവിടെ ഇപ്പോ ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഈ ആനയുടെ ഏറ്റവും വലിയ ശല്യം ഉണ്ടാക്കാൻ കാരണക്കാരനായത് ഇവിടുത്തെ റേഞ്ചർ തന്നെയാണ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല. ഞാനിവിടുത്തെ പ്രാദേശികമായി ഇവിടെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ ഈ വിഷയത്തിന് ഒക്കെ കാരണക്കാരനായ റേഞ്ചർ തന്നെയാണ്. ഞാൻ പറയാൻ കാരണം
ഇവിടെ 4 വാച്ചർമാരെ ഇവിടെ ഇട്ട് ഇവിടുത്തെ വിഷയങ്ങൾ തീർക്കാൻ ഇവിടെ ഈ ആനകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് റേഞ്ചർ വിചാരിച്ചാൽ നടക്കും. ഈ റേഞ്ചർ ചെയ്യുന്ന പണി എന്താ, ഏതെങ്കിലും സംഘടനകൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ആ പ്രദേശത്തേക്ക് ഈ 4 പേര് 3 പേരെ അങ്ങോട്ട് മാറ്റുന്നു, 3 പേരെ ഒരാളെ ഇവിടെ ഇടുന്നു. ഇവിടെ ഇടുന്നവരെ എങ്ങനെയാണ് നടക്കാൻ പറ്റാത്തവര് മറ്റേ എന്താ പറയാ രോഗികളായ ആളെ ഇവിടെ പോസ്റ്റ് ചെയ്തത്. അതെന്തോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അത് കാശ് സർക്കാർ കൊടുക്കുന്നു, നമ്മുടെ പൈസ എടുത്ത് അവർ കൊടുക്കുന്നു. അപ്പൊ അതിനൊരു അഡ്ജസ്റ്റ്മെന്റ് പുള്ളിക്ക് സിമ്പതി പറയുന്ന ആളുകളെ ഇവിടെ നിർത്തി ഈ പണി ചെയ്യുമ്പോൾ ഇവിടെ ആകെ ഈ ചുറ്റുപാടും കനാലാണ്. ഈ കനാലിൽ ആകെ ഒരു ഭാഗത്ത് മാത്രം രണ്ട് വാച്ചർമാരിട്ടാൽ പോലും ഇവിടെ കാര്യം നടക്കില്ല. കാരണം ഈ പുഴയോട് ചേർന്ന് ഒരു 2 വാച്ചർമാരിട്ടാൽ അവിടെ ഒരു ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പിലൂടെ ഈ ആനകളെ കടക്കുന്നത്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക, വന്യജീവി ആക്രമണത്തിൽ അപകടം സംഭവിച്ചവർക്ക് ചികിത്സാ സഹായം നൽകുക, വന അതിർത്തികളിൽ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കുക, ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി മേഖലയിൽ ആവശ്യത്തിന് വാച്ചർമാരെ മുഴുവൻ സമയവും നിയോഗിക്കുക, വനം വകുപ്പിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്ന് കോൺഗ്രസ് ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. റേഞ്ച് ഓഫീസറും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ ഉടനടി തീരുമാനം ഉണ്ടാവുമെന്ന് റേഞ്ച് ഓഫീസർ ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി. KP പോളി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ച് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജ്, കറുകുറ്റി വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു വി തെക്കേക്കര, KP അയ്യപ്പൻ, MD ഷാജു, CP സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ കോൺഗ്രസ് വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടല്ല ഈ വനവകുപ്പിന്റെ സമീപനത്തോടാണ് നമുക്ക് എതിർപ്പ്. കാരണം വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് ജനവാസ മേഖലയിൽ ആനകൾ വന്ന് വന്യമൃഗങ്ങൾ വന്ന് ഉഴുതു മറിച്ചിട്ട് പോകുമ്പോൾ, ആളുകളുടെ ജീവൻ സ്വത്തുമൊക്കെ തകർത്തു പോകുമ്പോൾ അതിനെ തടയാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു പദ്ധതി പോലും ഏറ്റെടുക്കാതെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കൊല ചെയ്യപ്പെട്ടാലും ശരി, വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് ഞങ്ങൾക്കെന്ന് പറയുന്ന ഇവിടെയുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ലിജിൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ പല റേഞ്ച് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായി വന്യ സംരക്ഷണ സമിതി യോഗങ്ങളിൽ വന്നിരുന്ന് ഇവിടെയുള്ള കർഷകരുടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം മനസ്സിലാക്കി അതിന് തക്കതായ മറുപടി പറഞ്ഞ് ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഇതുവരെയും ഇങ്ങനെ ഒരു ബോധ്യം വരാതെ ഇവിടെ ആളുകളെ ഉപദേശിക്കുന്ന തരത്തിലാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ലിഥിൻ ഇരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ആന ചവിട്ടിയാൽ, ഈ ബിൽഡിങ്ങിൽ നിന്ന് ആന ചവിട്ടിയാൽ സംരക്ഷിക്കാനുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇടത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള ആളുകളാണ് ഈ അവകാശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഇത് കണ്ണടച്ചാൽ നിങ്ങൾക്കും നാടിനും വിപത്താണ് എന്ന സൂചനയാണ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ലിഥിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അല്പം കൂടി മര്യാദപരമായിട്ട് ഇവിടുത്തെ ജനങ്ങളോടും ആഭിമുഖ്യം പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ പറയാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചു.
കുറച്ച് പേരെ കൂടെ പറഞ്ഞു വിടും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞങ്ങളൊന്നും അറിയില്ല. ഇതറിയാനാണ് നിങ്ങളെപ്പോലുള്ളവരെ വിളിച്ച് കർഷക സമിതി വനവകുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു. വന്നപ്പോൾ മുൻ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വ്യക്തമായ ഇവിടുത്തെ അന്നത്തെ ദേവസ്വം KP പോളിയുടെ ചേട്ടൻ അടക്കമുള്ള ഒരു വനസംരക്ഷണ സമിതി വന്നിരുന്ന് കൃത്യമായി പറഞ്ഞു, നമുക്ക് 3.5 കിലോമീറ്റർ സ്ഥലമാണ് കറൂറ്റി അതിർത്തിയിൽ വരുന്നുള്ളൂ. ആ സ്ഥലത്ത് ഞങ്ങൾ പൈസ വെച്ചോളാം, ഞങ്ങൾ ഫെൻസിങ് ഇട്ടോളാം, നിങ്ങൾ അതിന് അനുമതി തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ച ഫെൻസിങ് റിപ്പോർട്ടും അടക്കം മാസങ്ങളോളം ഞങ്ങൾ അതിന്റെ പിന്നാലെ നടന്നിട്ടും ഇന്നും അനുമതി തരാതെ നിൽക്കുന്ന നിങ്ങളുടെ ആ നിഷ്ക്രിയത്വം നിങ്ങളിത് മേലുദ്യോഗസ്ഥരോട് പറയണം. അത്രയെങ്കിലും നിങ്ങളുടെ ലോഡ് കുറച്ചു തരും. ഗവൺമെന്റിന് കാശില്ല, ആർക്കറിയാൻ പാടില്ലാത്ത ഗവൺമെന്റ് കിടന്ന് നാടൻ ചവിട്ട്. അപ്പോൾ നിങ്ങളും കൂടി അവരുടെ കൂടെ പങ്കാളികളായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിന് വില പോകില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ പേരോട് സാധാരണ സമരമൊക്കെ വരുമ്പോൾ ശ്രീ KP പോളി പറഞ്ഞു, നമുക്ക് ഇന്ന് ഇത് വേണ്ട, ഇത് ആദ്യത്തെ സമരമാണ്, നമുക്ക് മര്യാദപരമായിട്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് റേഞ്ച് ഓഫീസർ ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ കടന്നുപോയി. സാധാരണ ഒരു സമരം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ കടത്തിവിടാറില്ല. അതുകൊണ്ട് ഇതൊരു സൂചനയാണ്. അടുത്ത സമരം വഴിത്തടയിലടക്കം നിങ്ങൾക്ക് ഈ ഓഫീസിൽ കയറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അത് മറ്റുള്ള സമരമുറകൾ ഞങ്ങൾ എടുപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഈ സമരം തികച്ചും അതിജീവനം എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം, ഫോറസ്റ്റ് ഓഫീസിലും ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ സ്വത്തുകൾ സംരക്ഷിക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഈ പുതിയ വെയിലത്തും ഈ സമരമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിന് ഒത്തിരി പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി പദ്ധതികളുണ്ട്. ഇതിന് ശുപാർശ ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ കൃഷി സംവിധാന യോജന പദ്ധതി പ്രകാരമൊക്കെ അങ്ങ് കോടനാട് DFOയ്ക്ക് 71 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനോജ് മുദ്രയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ ഡിവിഷനിലും അതുപോലത്തെ ഫണ്ടുകൾ കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ ഈ ഭരണ സംവിധാനവും സംസ്ഥാന സർക്കാരും ഒരു ഉദാസീന മനോഭാവം നിസ്സംഗത പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരുത്തുന്ന തരത്തിലേക്ക് നടപടിയുമായി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നിലയ്ക്ക് ഞങ്ങൾ തയ്യാറാകും. ഇവിടെ ജനപ്രതിനിധികൾ ഒക്കെയുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. അതിനുള്ള സാഹചര്യങ്ങൾ സംശാലമാക്കരുത് എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ ജനീയ സമരം സംഘടിപ്പിച്ചിരിക്കുന്ന സ്വന്തം ജീവന് വേണ്ടി, ആ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തീർച്ചയായിട്ടും ഇത്രയും ജനങ്ങളോട് കൂടിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അനാസ്ഥ ഇവിടെ പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും മറ്റ് പ്രസിംഗരെല്ലാം സൂചിപ്പിച്ചു. പല മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ഫണ്ട് ലഭ്യമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൈയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ പറയുമ്പോൾ ത്രിതല പഞ്ചായത്ത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന് NOC കൊടുക്കുന്ന ബാധ്യത ആർക്കാണുള്ളത്? ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഒരു ഫണ്ട് നമ്മൾ വിനിയോഗിക്കണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് NOC വേണം. ഒരു റോഡ് പണിയണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് NOC വേണം. അങ്ങനെ കിടക്കുമ്പോൾ ശോചനീയമായിട്ട് കിടക്കുന്ന പല അവസ്ഥകൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫണ്ടില്ലെങ്കിൽ തീർച്ചയായും ത്രിതല പഞ്ചായത്ത് ഫണ്ട് വയ്ക്കാൻ തയ്യാറാണ്. അത് നടപ്പാക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിന്റെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും മേൽത്തലങ്ങൾ അറിയിച്ചുകൊണ്ട് അത് നടപ്പാക്കാനുള്ള ബാധ്യത കാണിക്കണമെന്ന് മാത്രം എനിക്ക് അവസരം സൂചിപ്പിക്കാനുള്ളൂ. അത് എത്രത്തോളം നമ്മളെ പേടിപ്പെടുത്തുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇന്നലെ ഞങ്ങളവിടെ വന്നപ്പോൾ കർഷകരുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 3 ലക്ഷം രൂപ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്താണ് വാഴ വെച്ചത്. അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായാവസ്ഥയോടെ അവരുടെ മുന്നിൽ നിൽക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. കറുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഭരണസമിതി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും, ഞങ്ങളുടെ മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും, ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ DFOനെ പോയി കാണുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കുകയും അന്ന് DFO ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഒരു നിർദ്ദേശം വെച്ചു, ഫണ്ട് ഞങ്ങൾ വയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഈ 2 ഏരിയയിൽ ചെയ്യണമെങ്കിൽ 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 7.5 ലക്ഷം രൂപ ഞങ്ങൾ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വയ്ക്കുകയും അങ്ങനെ 15 ലക്ഷം രൂപയ്ക്ക് ഫെൻസിങ് ഇട്ട് തരാമെന്ന് ഞങ്ങളോട് ഉറപ്പ് പറയുകയും ചെയ്ത DFO പിന്നെ ഒരു മീറ്റിങ്ങുകളിലും വരാത്ത അവസ്ഥയായി. കാരണം എന്താ, അവർ ചെയ്തില്ല. ആ പൈസ ഞങ്ങളുടെ നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ലാതെ ആ ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ
സ്വസ്ഥമായി ജീവിക്കാൻ ഞങ്ങൾക്കെന്തേ അർഹതയില്ലേ പറയൂ അധികാരികളെ പറയൂ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്കെന്തേ അർഹതയില്ലേ നാട്ടിൽ മേയും കാട്ടാനകൾ കർഷകർക്കൊന്നും ദുരിതം മാത്രം പറയൂ അധികാരികളെ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ സ്വസ്ഥമായി ജീവിക്കാൻ ഞങ്ങൾക്കെന്തേ അർഹതയില്ലേ പറയൂ അധികാരികളെ സമരം സിന്ദാബാദ് സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846.